ഞാൻ പറഞ്ഞിരുന്നാണോ ഞാൻ പരമ്പരത്തിൽ കുടിച്ചു മോനേട്ടാ ജോലിക്ക് പോയിട്ട് വന്നിട്ട് താമസിച്ചത് ഞാൻ താമസിച്ചത് ഞാൻ നിങ്ങൾ ഒരിക്കലും പിന്നെ കൊച്ചു പിടിച്ചോ ഞാൻ നീ എപ്പോഴും എന്നെ വഴിയില്ല. തൽക്കാലം നീ ഇവിടെ ഇരുന്നാ മതി. എന്ന് പറഞ്ഞ ചെറിയ വഴിയിലടവേ ബ്ലോക്ക്. എനിക്ക് വേണ്ടമ്മേ കുടിക്കണം. മോഹനേട്ടനെത്തി. ഞാൻ കേട്ടു. അച്ഛന് ഓ ശരി ഏട്ടാ താമരെ സുഖല്ലേടി? സുഖം. സന്തോഷേ നീ പുതിയ ജോലിക്കാരനെയൊക്കെ വെച്ചില്ലേ? ചുമ്മാ അതിനിടെ പിള്ളേരുടെ പോയി കളിച്ചു പോയ കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ ആലോചിക്കുമ്പോ എന്നോട് ആലോചിക്കണം കേട്ടല്ലോ. ഇവന്റെ പുറത്തു പോയി കളിക്കൂട്ടി. പുറത്തു പോയി കളിക്കും. ഇത് ഏറുപടക്കങ്ങൾ ഗർഭിണിയായ ആന ഭക്ഷിക്കുകയും തുടർന്നുണ്ടായ മരണത്തിനുമാണ് ഇത് ഇടയായിരിക്കുന്നത്. അതൊന്നും വലുതാക്കി കഴിഞ്ഞ ആഴ്ച ഒരു ആന ഷോക്ക് അടിച്ചാൽ ആരെ പഴിക്കും? ഇതിൽ നിന്ന് ആര് നമുക്ക് അനക്കൊന്നും വേറെ പണിയില്ല. ആന എന്റെ പരിപാടി വരുന്നുണ്ടോ? അനക്ക് ബസ്ക്കണ് എന്തെങ്കിലും കഴിക്കവാ. വന്ന് ചോറ് വെക്കണം. ഫോൺ കുറിച്ചോണ്ട് ഇരിപ്പാണ്. ഏത് സമയം ഫോൺ പോയി ചോറ് കഴിച്ചു. പോയി ചോറ് കഴിച്ചു പോ മോളെ. മക്കളെ എല്ലാവരും വന്ന് ഒന്ന് ചോറ് കഴിച്ചു. വാ വണ്ടി വിട്ട് പോകും. നമുക്ക് വേറെ വീട്ടിൽ പോകേണ്ടതാണ്. മനസ്സിലായോ? ഗിരിജേച്ചി എന്തുണ്ട് വിശേഷം? നിനക്ക് വേണ്ടേ? കുറച്ച് തോരനോടെ വിളമ്പിക്കാം. പപ്പടം എടുത്ത് വെച്ചടാ. അപ്പൊ സന്തോഷേ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോണം കേട്ടോ. അത് രാത്രിയാണെന്ന് നോക്കണ്ട. അവിടെ നോക്കണേ. സമയം ഒരുപാടായി. വണ്ടി കിട്ടാൻ പെട്ടെന്ന് വാടാ. സമയം ഒരുപാടായടാ. കനി അമ്മ കനിയോടെ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവിടെ കളിച്ചു നടക്കണ്ട. ഇവിടെ എവിടെ പോയി? കനിയോടെ? എന്തു പറ്റി? അവളെ കാണുന്നില്ലല്ലോ. അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. മല്ലിയുടെ വീട്ടിൽ നോക്കിയായിരുന്നോ? ഞാൻ വിചാരിച്ചു നിന്നോട് ഉണ്ടാവുന്നല്ലേ. മോളെ കനി. ചേച്ചി കനി ഇങ്ങോട്ട് വന്നാ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. കനി കനി എവിടെയാ നീ? എന്തു പറ്റി? നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? വാ എഴുന്നേക്ക്. അയ്യോ എന്തു പറ്റി മോളെ? ആരെങ്കിലും തച്ചോ? എവിടെയെങ്കിലും വീണു മോള്? വാ നോക്കട്ടെ. എന്തു പറ്റി മോളെ? എന്തു പറ്റി? ആർക്കും ആനേനെ വേണ്ട. മോളെ നീ നിങ്ങളെല്ലാവരും സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാര്. മോളെ കാര്യല്ലേ? ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നില്ലേ? അതിന്റെ വയറ്റിലുണ്ടായിരുന്നില്ലേ ഒരു കുഞ്ഞാനക്കുട്ടി? എന്നിട്ട് എല്ലാരും കൂടെ അതിനെ കൊന്നു കളഞ്ഞില്ലേ? മോളെ കരയണ്ട കേട്ടോ. കനി ഇത് എവിടെയായിരുന്നു? കനി ഇതാ നോക്ക്. എല്ലാവരും ഒരുപോലുള്ള ആളുകളല്ല മോളെ. എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നവരും അല്ല. മോള് കരയാതെ കേട്ടോ. ഇത് കൊടുക്ക്.
കഴിക്കുമോളെ. കഴിക്കുമോളെ. എനിക്ക് ഭക്ഷണം വേണ്ട. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. കഴിച്ചാല് അമ്മ മോൾക്കൊരു കഥ പറഞ്ഞുതരാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ദൂരെ കാരപ്പള്ളി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമമില്ലേ വലിയൊരു കാടിന്റെ അടുത്തായിരുന്നു. ആ കാട്ടില് നിറയെ ആനകളും ഉണ്ടായിരുന്നു. ആനകള് യഥേഷ്ടം നീങ്ങി നടന്ന കാടിനടുത്ത് തന്നെയാണ് അവരും കൃഷി ചെയ്തു പോകുന്നത്. ആനകളെയും ശല്യപ്പെടുത്തിയില്ല, ആനകള് അവരെയും. അങ്ങനെ എല്ലാവരും സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന അവിടേക്ക് ഒരു നാളിലൊരു കാട്ടുകള്ളൻ കടന്നു വന്നു. അവൻ ആ കാട്ടിലെ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടുപോയി. അവസാനം എല്ലാ മരങ്ങളും തീർന്നപ്പോ ആനകൾക്ക് ഭക്ഷണം കിട്ടാതായി. അങ്ങനെ വിശന്നു വലഞ്ഞ ആനകൾ പതിയെ ഗ്രാമത്തിലേക്ക് ചെന്ന് അവിടുത്തെ കൃഷിയും മറ്റും തിന്ന് നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവറ്റകളുടെ ശല്യം സഹിക്കാതായപ്പോ അവിടുത്തെ ഗ്രാമത്തലവൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, അവർ നമ്മുടെ നാട്ടിലല്ല, നമ്മൾ അവരുടെ കാട്ടിലാണ് വസിക്കുന്നതെന്ന്. കൊള്ളക്കാർ മരങ്ങളെല്ലാം വെട്ടി നിരത്തിയപ്പോ അവരുടെ വീടും കാടുമെല്ലാം പോയി. നാട്ടിലിറങ്ങാതെ വയ്യനായി അവർക്ക്. അതുകൊണ്ട് അവരുടെ എല്ലാം അവർക്ക് തന്നെ കൊടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അവരൊരു വലിയ പുഴ കടന്ന് അക്കരെ ചെന്ന് പാർക്കാൻ തീരുമാനിച്ചു. ആ പോക്കില് അവര് മരം വെട്ടുകാരായ കൊള്ള സംഘത്തെ തുരത്തി ഓടിക്കുകയും ചെയ്തു. എന്താ മോളെ എഴുതണേ? ആന. കൊള്ളാലോ. ഞാൻ മായമ്പ്രക്കാരുടെ ഗ്രാമത്തലവന് ഒരു കത്ത് എഴുതുവോ? ആണോ? കാരപ്പള്ളിക്കാരെ പോലെ അവരും വഴിമാറി കൊടുത്താലേ എല്ലാ ആളുകൾക്കും സുഖമായിട്ട് കഴിയാലോ. മോള് മായമ്പ്രക്കാർക്ക് കത്തെഴുതിയാണ്. എന്നാലേ കാരപ്പള്ളിക്കാർക്കും ഒരു കത്തായിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ അഡ്രസ് അറിയില്ലല്ലോ. അതറിയില്ലെങ്കിലേ ആ കത്ത് അമ്മാമ്മക്ക് തന്നാ മതി. എന്തിനാ? അതേ, ഞങ്ങളാണ് പുഴ കിടന്ന് കാരപ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന് കൂടി വെച്ചത്. എന്നിട്ടേ അതിന് നിന്റെ അപ്പാപ്പൻ്റെ പേരാണ് ഇവിടെ ഈ ഊരിന്. ഇവിടുത്തെ ഗ്രാമത്തലവനായിരുന്നു നിന്റെ അപ്പാപ്പൻ. അപ്പം നിന്റെ അപ്പാപ്പനും അച്ഛനും അമ്മക്കും എനിക്കും മോൾക്കും നന്ദി പറയണം. എന്തിനാ എനിക്ക് നന്ദി പറയണ? അതെ, മോൾ അന്ന് അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു. മനസ്സിലായോ? വേഗം വാ, ഒരു സ്ഥലം കാണിച്ചുതരാം. വരുന്നു. എന്താ മോളെ? താങ്ക് യു അപ്പൂപ്പാ, കൊള്ളാലോ. പോയി വാ മോളെ. അല്ല, ഇന്നലെ മോൾക്ക് അമ്മ ഒരു കഥ പറഞ്ഞു തന്നില്ലേ? ആ കാണുന്നതാണ് അമ്മ പറഞ്ഞ കാരപ്പള്ളി. കണ്ടോ എത്ര ആനകളാന്ന് നോക്കി. എങ്ങനെയുണ്ട്? ആനക്കുട്ടി. ഹായ്.